നമസ്കാരം, ഞാൻ ആശാ ശേഖർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. തെളിവുകളുടെ പൊരുൾ തേടി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് വ്യാപിപ്പിച്ച് പോലീസ്. നിലവിലെ അന്വേഷണം ദിലീപുമായി അടുത്ത ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ച്. നടിയുടെ മുൻ അഭിമുഖങ്ങളെക്കുറിച്ചും പരിശോധന. സംഭവത്തിൽ തെളിവുകൾക്ക് കൂടുതൽ വ്യക്തത വരുത്തി പോലീസ്. പൾസർ സുനി ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന ദിലീപിന്റെയും നാദിർഷായുടെയും പരാതിയിൽ ദുരൂഹതയെന്ന് അന്വേഷണ സംഘം. ജയിലിൽ നിന്ന് സുനി തുടർച്ചയായി വിളിച്ചിട്ടും താരങ്ങൾ പരാതിപ്പെട്ടത് ആഴ്ചകൾക്ക് ശേഷം. ദുരൂഹതയിൽ ഉടൻ വ്യക്തത വരുത്തുമെന്നും പോലീസ്. പ്രതിയുടെ മൊഴിയിൽ ഗൂഢാലോചന വ്യക്തമെങ്കിലും അവ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന് പോലീസ്. പ്രതികളെ ഒന്നിച്ച് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷ. കീശക്കേറുന്ന GST വന്നതോടെ സംസ്ഥാനത്ത് ഹോട്ടൽ ഭക്ഷണത്തിന് വില ഉയരുമെന്ന് വ്യക്തമാക്കി തോമസ് ഐസക്. ഹോട്ടൽ ഉടമകളുമായി ധനമന്ത്രി നടത്തിയ ചർച്ചയിൽ ഭക്ഷണവില കൂട്ടാൻ അനുമതി. AC റെസ്റ്റോറന്റുകളിൽ നിരക്ക് വർധന 10%, നോൺ ACയിൽ 5%. കോഴിവില തിങ്കളാഴ്ച മുതൽ 87 രൂപ ആക്കിയേ തീരൂ എന്ന് തോമസ് ഐസക്കും നടപ്പാക്കില്ലെന്ന് വ്യാപാരികളും. ഉൽപാദന ചെലവ് പരിഗണിക്കാതെയുള്ള മന്ത്രിയുടെ നീക്കം ഏകപക്ഷീയമെന്ന് ഓൾ കേരള ചിക്കൻ ഡീലേഴ്സ് അസോസിയേഷൻ. തിങ്കളാഴ്ച മുതൽ കുറഞ്ഞ വിലയ്ക്ക് ചിക്കൻ ലഭ്യമാക്കിയില്ലെങ്കിൽ പൊതുജനം ഇടപെടുമെന്ന് വ്യാപാരികൾക്ക് ധനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ചരക്കുസേവന നികുതിയെക്കുറിച്ചുള്ള വ്യാപാരികളുടെ ആശങ്ക ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് AC മൊയ്തീൻ. GST നിലവിൽ വന്നതോടെ വ്യവസായ മേഖലയിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി സംസ്ഥാന സർക്കാർ പഠനം നടത്തും. കേന്ദ്രം നികുതി നടപ്പാക്കിയത് മുന്നൊരുക്കങ്ങളില്ലാതെയെന്നും വ്യവസായ മന്ത്രി. ചൈനയ്ക്ക് ആശങ്ക. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം രൂക്ഷമാകവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ മ്യാൻമർ സൈനിക മേധാവി മിൻ ഓങ് ഹ്ലെയിങ് ഇന്ത്യയിലേക്ക്. 8 ദിവസത്തെ സന്ദർശനത്തിനായി എത്തുന്ന മേധാവി മോദിക്ക് പുറമെ പ്രതിരോധ സാമ്പത്തിക മന്ത്രിമാരുമായും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും കൂടിക്കാഴ്ച നടത്തും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇന്ത്യയിലുള്ള ചൈനീസ് പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ചൈനീസ് എംബസി. പൗരന്മാർ വ്യക്തി സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രദേശത്തെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും മുന്നറിയിപ്പ്. കരുത്ത് തെളിയിച്ച് കെൻസ. ഗുണമേന്മയുടെയും വിശ്വാസ്യതയുടെയും കരുത്തുമായി TMT സ്റ്റീൽ നിർമ്മാണ മേഖലയിലെ പ്രമുഖരായ കെൻസ ഗ്രൂപ്പ് 25ാം വാർഷിക നിറവിൽ. കോഴിക്കോട് കടവ് റിസോർട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വ്യവസായ മന്ത്രി AC മൊയ്തീൻ വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. MPമാരായ PK കുഞ്ഞാലിക്കുട്ടിയും MK രാഘവനും മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കെൻസ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PK മൊയ്തീൻ കോയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കെൻസ ബ്രാൻഡ് അംബാസഡറായ ചലച്ചിത്ര നടൻ സിദ്ദിഖ് നിർവഹിച്ചു. VKC മുഹമ്മദ് കോയ MLA, മുൻ മന്ത്രി എളമരം കരീം, കെൻസ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷാഹദ് മൊയ്തീൻ എന്നിവർ ആശംസ നേർന്നു. പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട് കേന്ദ്രങ്ങളാക്കി 6 ഫാക്ടറികളുള്ള കെൻസ ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിൽ ഉടനീളം വിൽപ്പന ശൃംഖലയുണ്ട്. ഉരുക്ക് നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ദുബായ്, മലേഷ്യ, സിംഗപ്പൂർ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. വാർഷിക ഉദ്ഘാടന ചടങ്ങിൽ കെൻസ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PK ഹഫീസുള്ള സ്വാഗതവും മാനേജിംഗ് പാർട്ണർ മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.